അങ്ങ് ഇത്താരിക്കാരൊരു ബോംബ് കണ്ടിച്ചു, തിന്നുന്ന ബോംബ്. കുറേയായി അത് കണ്ടുപിടിച്ചിട്ട്. പക്ഷെ നമ്മൾ ഇന്നാണത് ട്രൈ ചെയ്യാൻ പോകുന്നത്. കാണാനൊരു ബോംബിന്റെ ലുക്കെല്ലാം ഉണ്ട്. അപ്പൊ പറഞ്ഞു അതത് ഇന്നത്തെ റെസിപ്പി അതാണ് ബോംബലോണിന്റെ റെസിപ്പി. അതിന് വേണ്ടത് ഒരു ബൗളിലേക്ക് 1/3 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതൊന്ന് പൊന്താൻ വെക്കാം. 15 മിനിറ്റാണ് പൊന്തം വെക്കേണ്ടത്. അപ്പൊ 15 മിനിറ്റിന് ശേഷം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട, 1 ടീസ്പൂൺ വനില എസൻസ് ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. വിസ്കോണ്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഒരു പാത്രത്തിൽ, വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് 2 കപ്പ് മൈദപ്പൊടി, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ആദ്യം ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അത് ഇളക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കുഴക്കലാണ്. ആ കുഴക്കലാണ് നമ്മളെ ബോംബനോളി എങ്ങനെ ഉണ്ടാവും പറയാൻ പറ്റും. അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടണം. എന്നിട്ടും അത് നല്ലോണം കുഴക്കാം. കൈ കൊണ്ട് കുഴച്ച് വെച്ച് കൈതായതുകൊണ്ട് ഇതൊന്ന് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടത് 2 മണിക്കൂർ മാറ്റി വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്നാൽ പിന്നൊന്ന് അതിൻ്റെ എയർ ബബിൾ നോക്കേണ്ടി ഇതൊന്ന് കുത്തി കൊടുക്കുക. അത് എന്നിട്ട് പിന്നെയും കുഴക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇത് കുറച്ച് പീസായിട്ട് എടുക്കുക. പിന്നെ നടുക്കുന്ന കട്ട് ചെയ്ത് അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ 4ആയിട്ട് കട്ട് ചെയ്തത് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് നല്ലോണം ഉരുട്ടിയെടുക്കണം. ക്രാക്കൊന്നും ഇല്ലാണ്ട് ഉരുട്ടിയെടുക്കണം. പക്ഷെ എൻ്റെ ക്രാക്ക് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് അതിനേറ്റം. ഇത് നെറ്റി ഉരുട്ടിയതെല്ലാം ഒരു അരമണിക്കൂറും കൂടി ഒന്ന് പൊങ്ങാൻ വെക്കണം. ഇത് അരമണിക്കൂറിന് ശേഷം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് നല്ല ചൂടുള്ള എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ അത് ബ്രൗണിഷ് കളറാകുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഷുഗർ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരയും മിൽക്ക് പൗഡറോ ഇട്ടിട്ടാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇത് അപ്പോഴിപ്പം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഹോൾസ് ഇടുന്നത് ഗനാഷ് ഒഴിക്കേണ്ടതാണ്. ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ആദ്യം ആക്കിയതാണ്. ചോക്ലേറ്റ് ഗനാഷിൻ്റെ അടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതാ നമ്മളൊന്ന് മുറിച്ചെടുത്തതണ്ട ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇതാണ് ബോംബലോണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.